ഞാൻ ബ്രഷ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത്. ഇനി ഇതുപോലത്തെ ഡിസൈൻഡ് ആയിട്ടുള്ള പ്രസ് ബട്ടൺസൊക്കെ എങ്ങനെ നമുക്ക് വയ്ക്കാൻ നോക്കാം. അതിന് ഉപയോഗിക്കുന്നത് ഈ ടൂൾ തന്നെയാണ് കേട്ടോ. ഇങ്ങനെ ഡിസൈൻഡ് ആയിട്ടുള്ള ഫോൾഡിങ് ആയിട്ടുള്ള പ്രസ് ബട്ടണൊക്കെ വെക്കാൻ വേണ്ടിയിട്ടും ഈ ടൂൾ തന്നെയാണ് ഉപയോഗിക്കുന്നത്. നമുക്ക് ഏത് തുണിയിലാണോ പ്രസ് ബട്ടൺ പ്രസ് ചെയ്യേണ്ടത് അതിലിതുപോലെ മാർക്ക് ചെയ്യുക. നമുക്ക് ഏകദേശം ഇങ്ങനെ വെച്ച് നോക്കുക. ഇപ്പോൾ കണ്ടോ, ഇതൊരു ബ്ലാക്ക് ഫോൾഡിങ് ഉള്ള ഒരു ഷൈനിങ് ഉള്ള പ്രസ് ബട്ടനാണ് കേട്ടോ. അതിങ്ങനെ പ്രസ് ചെയ്യുക ശരിക്കും താഴത്തേക്ക്. പ്രസ് ചെയ്തതിന് ശേഷം ഇതുണ്ടോ, ഈ റൗണ്ടുള്ള ഹോളുള്ള ഭാഗമാണ് അതിന് താഴെ വെക്കേണ്ടത്. മറുഭാഗത്ത് ഈ ആണി പോലെയുള്ള ആ ഒരു ഭാഗം അതിന് താഴെയിട്ട് ഇതുപോലെ ആ മുള്ള് പോലെയുള്ള പൊങ്ങി നിൽക്കുന്ന ആ ഭാഗമാണ് വെക്കേണ്ടത് കേട്ടോ. ഇതുണ്ടോ, ഇതിങ്ങനെയാണ് പ്രസ് ആവുക. ഈ ഒരു ബ്ലാക്ക് ബട്ടൺ കണ്ടില്ലേ, അതിന് താഴെ ആ ആണി ഇങ്ങോട്ട് അമർത്തി വെച്ചിട്ട് അതിന് താഴെയാണ് ഇപ്പോൾ നമ്മൾ ആ റൗണ്ടുള്ള ഈ ഒരു പ്രസ് ബട്ടൺ പ്രസ് ചെയ്തിട്ടോ. ഇതുണ്ടോ, ഇത്രയേ ഉള്ളൂ. ഇനി ഇതുണ്ടോ, ഒരു വൈറ്റ് ഷൈനിങ് ഉള്ള ഒരു പ്രസ് ബട്ടൺ കൂടി നമുക്ക് വെച്ച് നോക്കാം. ഇതും ഇതുപോലെ തന്നെയാണ് കേട്ടോ. ഇതിങ്ങനെ പ്രസ് ചെയ്യുക. പ്രസ് ചെയ്തിട്ട് മറുഭാഗത്തേക്ക് അതിൻ്റെ ആ ഒരു ഭാഗങ്ങൾ ഇങ്ങനെ കാണണം. എന്നിട്ട് അതിന് മുകളിലാണ് ഈ റൗണ്ടുള്ള പ്രസ് ബട്ടൺ പ്രസ് ചെയ്യുന്നത് കേട്ടോ. അതും ആ ടൂൾ വെച്ചിട്ട് നമ്മൾ ആ ഒരു ഹാമർ കൊണ്ട് പ്രസ് ചെയ്യും.